അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറിൽ ഫോണ്ടൻ്റ് വർക്കിൽ ഒരു സ്പൈഡർമാൻ തീം കേക്കാണ് ചെയ്യുന്നത്. 1.5 ആണ് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. ടൂൾ കേക്കായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 6.5 ഇഞ്ചിൻ്റെ 2 ടിന്നുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് ഗ്രീസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാ മീഡിയം സൈസിലുള്ള 6 എഗ്ഗ്, 1.5 കപ്പ് പൗഡർഡ് ഷുഗർ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 1 കപ്പും പിന്നെ 1/4 കപ്പിൻ്റെ പകുതി മൈദ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂണ് കോൺഫ്ലോർ. ഇത് മൂന്നുമാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യലില്ല കേട്ടോ, അത് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കൽ, ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാ 1.5 കിലോ കേക്കിന് 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ആണ് കേട്ടോ എടുക്കൽ. ഞാൻ ആദ്യം പാല് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3-4 ഡ്രോപ്പ് വാനില എസൻസ്, എന്നിട്ട് അത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ട് അതിലേക്കാണ് ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യണത്. 1/4 കപ്പും പിന്നെ 1/4 കപ്പിൻ്റെ പകുതിയാണ് കേട്ടോ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ചിലപ്പോൾ അത് കട്ട കെട്ടിയ പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്ററിന് കുറച്ച് മാത്രം എടുത്തിട്ട് ഈ മിക്സിൽ നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് ബാക്കിയുള്ള ബാറ്ററിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് ചെയ്യൽ. ഇങ്ങനെ ചെയ്താൽ ചെയ്യാനും ഈസിയാണ്, പിന്നെ ബാറ്ററി താഴ്ന്നു പോവില്ല. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ടൈമിൽ ഞാൻ ഓവന് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചാണ്. പിന്നെ സാധാരണ എല്ലാവരും പറഞ്ഞ കേക്കിൽ 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ബേക്ക് ചെയ്തെടുക്കാനാണ്. പക്ഷേ ഞാൻ ചെയ്യൽ 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 140 കേട്ടോ ബേക്ക് ചെയ്തെടുക്കൽ. അതിന് ചിലപ്പോൾ ഓരോ ഓവൻ്റെ വ്യത്യാസത്തിലാവും. അങ്ങനെ കേക്ക് ബേക്കായി നല്ലോണം ചൂടാറിയതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കേക്ക് 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ 6 ലെയേഴ്സ് ഉണ്ട്. ഇനി ഐസിങ്ങിനായിട്ട് ആദ്യം തന്നെ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലെയർ വെച്ചെടുത്തു. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം ഞാൻ ഓൾറെഡി വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിയോണയാണ് കേട്ടോ ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യൽ. അങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് ചെറിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഞാൻ വാൻഹുട്ടൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തുന്നത്. ഡാർക്ക് കോമ്പൗണ്ട് എനിക്ക് ഇപ്പോഴൊരു കയ്പ്പ് രസമുള്ള പോലെ തോന്നും, അപ്പോൾ ഞാനത് അങ്ങനെ യൂസ് ചെയ്യലില്ല. അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ചെടുത്ത് ഇനി മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അങ്ങനെ ക്രം കോട്ട് കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 മണിക്കൂർ സെറ്റാക്കി എടുത്തതാണ്. സ്പൈഡർമാൻ തീം ആയതുകൊണ്ട് തന്നെ റെഡ് കളറാണല്ലോ വേണ്ടത്. റെഡ് കളർ ക്രീമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. കുറച്ചധികം കളർ തന്നെ ആഡ് ആക്കണം. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കളർ അധികം ആഡ് ചെയ്യണത്. പിന്നെ കസ്റ്റമർ ഓരോ തീം പറയുമ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. പിന്നെ ചിലർ ഇതേപോലെ ഡ്രസ്സിൻ്റെ കളർ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റെഡ് കളർ ചെയ്യാൻ പറയും. അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു മെത്തേഡാണ് ചെയ്യൽ. എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ക്രീമിൽ ഏത് കളറാണോ വേണ്ടത് വെച്ചാൽ ആ കളറിൻ്റെ ഒരു മീഡിയം കളറിൽ അങ്ങനെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കുക കേക്ക്. പിന്നെ ബാക്കിയുള്ള ക്രീമിൽ കുറച്ചധികം കളർ ആഡ് ആക്കിയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വലിക്കലാണ്. അപ്പോൾ പുറം ഭാഗത്തേക്ക് നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഉള്ളിൽ കളർ കുറച്ച് കുറവായിരിക്കും. മാക്സിമം കളറിൻ്റെ ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ്. അങ്ങനെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഫോണ്ടൻ്റ് വർക്ക് നോക്കാം. വൈറ്റ് ഫോണ്ടൻറ്റിൽ റെഡ് കളർ മിക്സ് ആക്കിയതാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളറ്. സൂപ്പർ റെഡിൻ്റെ ജെൽ കളറാണ്. അങ്ങനെ ഏകദേശം ഒരു ഐഡിയക്ക് സ്പൈഡർമാൻ്റെ ഫേസ് കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. കസ്റ്റമർ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഫോണ്ടൻറ്റ് കട്ടർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കുറേ നോക്കി ഷോപ്പിലൊക്കെ, അപ്പോൾ അതൊന്നും കിട്ടാനില്ല. സ്പൈഡർമാൻ്റെത് അങ്ങനെ കിട്ടാനില്ല. പിന്നെ റെഡിമെയ്ഡ് ടോപ്പറിൽ കുറേ നോക്കി, അത് പിന്നെ ഒരു സ്പൈഡർമാൻ്റെ ഒരു ടോപ്പർ മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അത് തൽക്കാലം വാങ്ങിയിനി. പിന്നെ എൻ്റെ വോയിസിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട്. അത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ.
ഇനി ഇത് സ്പൈഡർമാൻ്റെ ഐസിൻ്റെ ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അതിന് വൈറ്റ് ഫോണ്ടൻറ്റിൽ ഒരു ബ്ലാക്ക് ബോർഡർ കൊടുക്കണം. ഇനി ഇത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ ആക്കുന്നത്. ബ്രഷ് വെച്ചിട്ട് ഒരു ഇച്ചിരി വെള്ളമാക്കിയിട്ട് ആണ് അങ്ങനെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കസ്റ്റമർ 4th ബർത്ത്ഡേ ആണ്, അപ്പോൾ അത് കേക്കിൽ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിനി. അപ്പോൾ അതും ഞാൻ ഷോപ്പിൽ അതിൻ്റെ കട്ടർ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല ഇനി. അപ്പോൾ അതും അതുപോലെ ഒന്ന് അങ്ങനെ ജസ്റ്റ് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ സ്പൈഡറിൻ്റെ നെറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നൂല് ഉണ്ടാക്കി വെച്ചാണ്. അതുപോലെ തന്നെ സ്പൈഡറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി. അപ്പോൾ അതും ഒരു ഏകദേശം ഐഡിയക്ക് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒക്കെ റെഡിമെയ്ഡ് കിട്ടും എന്നുള്ളതിൽ ഓർഡർ എടുക്കുകയും ചെയ്തു. പിന്നെ ഉണ്ടാക്കി വെക്കല്ലാതെ നിവർത്തില്ലല്ലോ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതിനോണ്ടാവും എനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നിയിനി. രാവിലെ തന്നെ ഫോണ്ടിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മണി വരെ എനിക്ക് ഈ ഒരു വർക്ക് തന്നെ ഉണ്ടായിനി. പിന്നെ ഫോണ്ടിൻ്റെ വർക്കൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ കേക്കിൽ സ്റ്റിക്കായി നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ടൈം വെയിലത്ത് വെച്ചാലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കേക്കിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്പൈഡർമാൻ ആദ്യം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫോണ്ടിൻ്റെ ചെയ്തിട്ടുള്ള ഓരോ സംഭവങ്ങൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നെയിമൊക്കെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഫോണ്ടൻറ്റിൽ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ട് അങ്ങനെ ബ്ലൂ ആക്കി എടുത്തതാണ്. എന്നിട്ട് സ്പെല്ലിങ്ങിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. 4 എന്നുള്ളതും അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ സ്പൈഡറിനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുള്ള സ്പൈഡർമാനെ ഒരു സ്റ്റിക്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. അങ്ങനെ അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാറൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് അങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിയതാണ് കേട്ടോ. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ആക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.